the politics of feeling, that you can put yourself in the place of a little child who cannot hear. ഇതെന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം. I fight the RSS ideologically. I fight the CPM ideologically. ഞാൻ RSSനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു. ഞാൻ CPMനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു. And I fight them in the realm of ideas. ഞാൻ അവരോട് എതിർക്കുന്നത്, അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ്. And I fight them in the realm of speech. ഞാൻ അവരെ എന്റെ സംസാരത്തിൽ, പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത്. But my biggest complaint with them, of them, is that they do not have feelings for people. എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് RSSനും CPMനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ, ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പരാതി. You can give whatever speeches you want, you can have whatever ideas you want. If you do not feel for people, if you are not ready to connect with people, if you are not ready to hug people, you cannot be a leader. നിങ്ങൾക്ക് ഒരുപാട് പ്രസംഗിക്കാൻ സാധിക്കും, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഫീലിംഗ് മനസ്സിലുണ്ടായില്ലെങ്കിൽ, അവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവരെ പുണരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു നേതാവാകാൻ സാധിക്കില്ല. And so that is my biggest complaint, that if you are in politics, feel what people are thinking, listen to people, touch people. And that is really the tragedy in Indian politics today. Very few people are actually feeling what others are feeling. എന്റെ ഏറ്റവും വലിയ പരാതിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തവും ഇതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം, അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം, അവരെ തൊടാൻ പറ്റണം, അവരെ പുണരാൻ പറ്റണം. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്റെ. And it's an honor for me to come here and speak to you about Oommen Chandy ji.